ഇവിടെ രാഹുൽ എടുക്കുന്ന പൊസിഷന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർവി ബാബു അല്ലെങ്കിൽ ഷാബു ഒക്കെ പറയുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നു, അവർ വിശ്വാസികളുടെ പക്ഷത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ വിശ്വാസിയാണ്. അതെ, ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. രാഹുൽ ഈശ്വർ വിശ്വാസി ആയിരിക്കെ ഈ പറയുന്ന സംഗതി സത്യത്തിൽ ആർക്കാണ് അനുകൂലം? അത് ജിഹാദികൾക്കാണ് അനുകൂലം. അതാണ് ഇവിടുത്തെ പ്രശ്നം. നിർത്തി അവമാനിക്കുവാണെന്ന് ഞാൻ പറഞ്ഞുതരാം രാഹുലെ പറഞ്ഞുതരാം. രാഹുൽ കേൾക്കൂ. ജിഹാദികളുടെ പക്ഷക്കാരൻ എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അങ്ങനെ ഒരു രാഹുൽ ചോദിക്കുന്നത് എങ്ങനെ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. കാരണം മതനിന്ദാ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈക്വലി അപ്ലൈ ചെയ്യണം. നിങ്ങൾ അതല്ല ഇവിടെ നടക്കുന്നത്. അത് മുസ്ലിം പക്ഷത്തുള്ള ആളുകൾക്ക് മാത്രം വെപ്പണൈസ് ചെയ്യാനുള്ള അവസരമാക്കി വെക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അപ്പുറം ഇപ്പുറം ഇല്ലാത്ത ആളുകൾ മുന്നിട്ട് ഇത് പറയുമ്പോ കേൾക്കൂ രാഹുൽ ഈശ്വർ കേൾക്കൂ. രാഹുൽ ഈശ്വറിന്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. അപ്പോ ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അത് ജിഹാദികളുടെ ശബ്ദമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെയാണെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ആ പണി നിർത്തുക. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ. ഈ പണിയൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു. ആ പണി നിർത്താം. എന്നിട്ട് ഇനി മതനിന്ദാ നിയമത്തിനെതിരെ പറയാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആർവി ബാബുവിനും ഷാബുവിന് പോലും മതനിന്ദക്കെതിരെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പുരോഗമനം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ജിഹാദിത്തരമാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ടില്ല. അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അതും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ചെയ്യുന്നതും കൂട്ടിക്കൊടുപ്പാണ്. ഗോഡ്സെ ചെയ്തതും കൂട്ടിക്കൊടുപ്പാണ്. ഒരു സംശയമല്ല. ഓക്കെ, ഒന്ന് ഹിന്ദുത്വ കൂട്ടിക്കൊടുപ്പാണെങ്കിൽ ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, ഒന്നുകുട്ടി ആരിഫ് ഇങ്ങോട്ട് ആക്രമണം സംസാരിച്ചാൽ ഇരട്ടി ആക്രമണം സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ ആരിഫ് പറഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട്. ആരിഫ് പറഞ്ഞാലേ പോയിന്റ് ആരിഫിന്റെ ലിബറൽ പൊസിഷനാണ്. കൺസർവേറ്റീവ് പൊസിഷൻ മറ്റൊന്നുണ്ട്. ആ കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മതവികാരമില്ലേ? ഹിന്ദുക്കൾക്ക് ഈശ്വര വിശ്വാസമില്ലേ? നാളെ അയ്യപ്പനെയോ പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അത് ഉണ്ടെന്നും അത് പൊട്ടാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കുരു ഉണ്ടെന്നും ആ കുരു പൊട്ടി ഒലിച്ച് പഴുക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് രാഹുലെ. ഇത് സെൻസിറ്റിവിറ്റിയാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. പുറകിലിരിക്കുന്ന ഇന്ത്യൻ പതാക ആരിഫിന്റെ ആരെങ്കിലും കത്തിച്ച ആരിഫിന് ദേഷ്യം വരില്ലേ? അത് ആരിഫിന് കുരുമുട്ടുന്നതാണോ? ആരിഫ് എന്ന ഇന്ത്യക്കാരന് തോന്നുന്ന ഇന്ത്യയോടുള്ള സ്നേഹമല്ലേ? നമ്മുടെ ഭരണഘടനയെങ്കിലും കത്തിച്ചാൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുമോ? എന്റെ പൊന്ന് രാഹുൽ, ഇവിടെ മനുസ്മൃതി കത്തിച്ചിട്ടും ഇവിടെ ഗീത കത്തിച്ചിട്ടും കുരുപൊട്ടാത്ത ഹിന്ദു ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കൂ രാഹുൽ ഈശ്വറിന്റെ കപട മുഖം ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പിനെങ്കിലും നിർത്തൂ. ഓക്കെ, വിഷയങ്ങളെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ക്ലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാൻ ഇനിയെങ്കിലും ശ്രമിക്കുക. ഈ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യം പറയുന്നത് നിർത്തുക. അതാ വേണ്ടത്. ഓക്കെ, എനിക്കതല്ല തലക്കോളം കയറിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നമ്മളിവിടെ മിണ്ടാണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറാണ് കിടന്ന് ഇതേപോലെ ഒച്ചമ്പോളം ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ കൊടി കത്തിച്ചാൽ നമ്മൾ പ്രതിഷേധിക്കുന്നത് നമ്മുടെ കുരു പൊട്ടുന്നതല്ല, ഇന്ത്യയോടുള്ള സ്നേഹമാണ്. കിടക്കണം. അപ്പൊ മുഹമ്മദ് നബീന്റെ പേര് പറഞ്ഞാൽ കൈ വെട്ടുന്നത് അപ്പൊ ഓക്കെ ആണോ? വന്ദേ മാതരം, വന്ദേ ഭാരേട്ടാ, മോള് വിധവയാവുന്ന തോന്നുന്നു. വന്ദേ മാതരം. ഓ